ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൈസൂർ പാലസിനകത്താണ്. മൈസൂർ പാലസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതല്ല, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ദസറ പ്രമാണിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദസറയുടെ കുറച്ച് നല്ല നല്ല കാഴ്ചകൾ പകർത്താൻ വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദസറയുടെ സമയം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 10 മുതൽ ഒക്ടോബർ 19 വരെയാണ് ഇവിടുത്തെ ആഘോഷം. 10 ദിവസത്തെ ആഘോഷമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടുന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ ഞങ്ങളങ്ങനെ പാലസിൻ്റെ അകത്ത് എൻ്റർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലാണ്ട് മൈസൂർ പാലസ് കാണാം. അപ്പം അങ്ങനെ നമ്മുടെ സൈഡിലാണെങ്കിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്.
ಪುಷ್ಪಾರ್ಚನೆಯನ್ನು ನೆರವೇರಿಸಿಕೊಂಡ ಅಂಬಾರಿಯನ್ನು ಹೊರುವ ಅರ್ಜುನ ಹಾಗೂ ಕೊಂಕೆ ಆನೆಗಳಾದ ವರಲಕ್ಷ್ಮಿ ಮತ್ತು ಕಾವೇರಿ ಇದೀಗ ಮೆರವಣಿಗೆಯಾದ್ಯಂತ ತೆರಳಲು ಸಜ್ಜಾಗಿವೆ. ಮೆರವಣಿಗೆಯಲ್ಲಿ ಮುಂದುವರಿಯಲು ಕಾರ್ಯಕ್ರಮದ ಪ್ರಧಾನ ನಾಯಕರು ಗಣ್ಯರಿಂದ ಇದೀಗ ಅನುಮತಿಯನ್ನ ಕೋರಲಿದ್ದಾರೆ. ദസറയോടനുബന്ധിച്ച് ഘോഷയാത്ര പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഫ്രണ്ടിലാണെങ്കിൽ ജംബോ ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 5-6 ആന ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ മിസ് ചെയ്തു. പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ രസമുണ്ടായിരുന്നു. അപ്പം ശരിക്കും മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം തീയതിയാണ്. അന്നാണ് ആന സവാരി ഫുൾ എൻ്റെ ടൗണിൽ കൂടെ ഉണ്ട്. നല്ല രസമായിരിക്കും. കഴിവതും വരുന്നവർ 19-ാം തീയതി വരാൻ ശ്രമിക്കുക. അന്ന് വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകളായിരിക്കും, പക്ഷേ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മുടെ പുറകെ ആണെങ്കിൽ 3 ആനകളും വരുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 5 ആനകൾ ബാക്ക് സൈഡിൽ. ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാമിന് വേണ്ടിയുള്ള 6 ആനയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കകം പാലസിൻ്റെ കോമ്പൗണ്ട് ഫുള്ള് പാലസിൻ്റെ കോമ്പൗണ്ടിലെല്ലാം ഫുൾ ലൈറ്റുകളാൽ അലങ്കൃതമായി അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരിക്കും. ഏതാനും നിമിഷങ്ങൾ മാത്രം. അങ്ങനെ ലൈറ്റൊക്കെ പതുക്കെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് പാലസ് ഫുള്ള് ലൈറ്റ് തെളിഞ്ഞുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നതാണ്.
അങ്ങനെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകളും ഫീഡ്ബാക്കുകളും അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അപ്പം മൈസൂരിൽ നിന്നും യാത്ര തിരിക്കുകയാണ്.